നിർബന്ധിച്ച് മതം മാറ്റിയാൽ വധശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ഇത്തിരി കടന്ന കാര്യമാണ്. അങ്ങനെ ആർക്ക് തോന്നിയാലും തെറ്റ് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ദീപിക പത്രം വായിക്കുമ്പോൾ എന്ത് ശിക്ഷ വരെ കൊടുക്കാം? മതം മാറ്റം എന്ന് പറയുന്നത് അത്ര ഭരണഘടന അനുവദിച്ചിട്ടുള്ള നിയമമല്ലേ? ആർട്ടിക്കിൾ 25 അല്ല, കൺവേർഷൻ അനുവദിച്ചിട്ടില്ല. മതപ്രചരണവും പ്രചരിപ്പിക്കാൻ കൺവേർഷൻ പറ്റില്ല. എന്നാലും ബലാത്സംഗം, കൊലപാതകം പോലെയുള്ള അതിനീചമായ ഒരു കുറ്റകൃത്യമാണോ? കൺവേർഷൻ ഈസ് വയലൻസ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ നോട്ടത്തിൽ ഏറ്റവും വലിയ വയലൻസ് കൺവേർഷനായിരുന്നു. ക്രിസ്ത്യൻ മിഷണറീസ് പറഞ്ഞു, ഞങ്ങളിവിടെ സേവാപ്രവർത്തനം നടത്തുകയാണ്, നിങ്ങളൊരു പ്രവർത്തനവും നടത്തണ്ട, നിങ്ങളിവിടെ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ മതി. ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അങ്ങനെ ഗാന്ധി മഹാത്മാഗാന്ധി വാസ് വെരി സ്ട്രിക്റ്റ് ഓൺ ദാറ്റ്. ആദിവാസികളുടെ ഇടയ്ക്ക് സേവന പ്രവർത്തനം നടത്തുന്നു. ഗാന്ധി പറഞ്ഞു, നിങ്ങൾ സേവിക്കണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ സേവനം ഒരു പ്രത്യേക ദുരുദ്ദേശത്തോടെയാണ്, ഇത് സേവനമല്ല. ഈ സംഘപരിവാറിൻ്റെ ആളായ TG ഇത് ചുമ്മാ അങ്ങ് പറയുകയാണ്. ഇതിന് റെഫറൻസ് വല്ലതും ഉണ്ടോ? ഞാൻ ബൽബീർ പുഞ്ച് ഇതെല്ലാം ഗാന്ധിജിയുടെ സംഭാഷണങ്ങൾ മാത്രം ചേർത്തിട്ട് ബൽബീർ പുഞ്ച് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതുകൂടാതെ മിഷണറീസ് ഓഫ് ഇന്ത്യ, മിഷണറീസ് ഇൻ ഇന്ത്യ, അരുൺ ഷൂറിയുടെ പുസ്തകമുണ്ട്, വളരെ ഫേമസ്. അത് അദ്ദേഹം CBCIയുടെ ഇതിൽ അവരുടെ കോൺഫറൻസിൽ പോയിട്ട് പ്രസംഗിച്ചു. ആ പ്രസംഗം ലേഖനമായിട്ട് പ്രസിദ്ധീകരിച്ചു. അത് പോരാ എന്ന് തോന്നിയിട്ട് അദ്ദേഹം അതൊരു പുസ്തകമാക്കി, മിഷണറീസ് ഇൻ ഇന്ത്യ. ഇത് 89-ലോ 90-ലോ മറ്റോ ആണ്. ഇതിലെല്ലാം മഹാത്മാഗാന്ധിയുടെ കളക്റ്റഡ് വർക്ക്സ് എടുത്ത് നോക്കുക. ഇവിടെ ഗുജറാത്തിലെ അത് ഗാന്ധി ധാം, അവിടെ ഈ ആശ്രമം, ഗാന്ധിയുടെ ആശ്രമം, അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കംപ്ലീറ്റ് ഗാന്ധിജിയുടെ വർക്ക്സ് ഉണ്ട്, സെർച്ച് ഫെസിലിറ്റിയുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ഗാന്ധി ഓൺ മിഷണറീസ്, യു വിൽ ഗെറ്റ് ഓൾ ദീസ് ഡാറ്റ. ഇനി ഇത് കൂടുതൽ എന്താ ഒതൻറ്റിക്കേഷൻ? പക്ഷെ എന്നാൽ പോലും ഇത് ഈ മതം എന്ന് പറയുന്ന ഒരാളുടെ സ്വകാര്യ വിഷയമാണ്. അതിലേക്ക് അങ്ങനെയാണെങ്കിൽ ജാതി സ്വകാര്യ വിഷയമല്ലേ? ജാതിയുടെ പേരിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ അനുഭവിച്ച ഒരു ജനത നമ്മുടെ നാട്ടിൽ, അയാൾക്ക് ജാതി മാറാൻ അവസരം കൊടുക്കുന്നു. ജാതി എങ്ങനെ മാറാൻ പറ്റും? അതെന്താ? എനിക്ക് നാളെ ബ്രാഹ്മണനാകാൻ പറ്റുമോ? എന്താ പറ്റാത്തത്? നാളെ ക്രിസ്ത്യാനിയാകെങ്കിൽ നാളെ ബ്രാഹ്മണനാകരുതോ? ക്രിസ്ത്യാനി ആവാനല്ലേ പറ്റുള്ളൂ. അതെന്താ? ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മതം മാറാമെങ്കിൽ ജാതി മാറാൻ പറ്റാത്തത് എന്താ? എങ്ങനെ മാറും? എന്താണ്? ചുമ്മാ ഞാനങ്ങ് ബ്രാഹ്മണനാണെന്ന് പറയുക, ഞാൻ പുലയനാണെന്ന് പറയുക, കഴിഞ്ഞു. മറ്റുള്ളവർ മതം മാറുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവർ അംഗീകരിക്കട്ടെ. മറ്റുള്ളവർ അംഗീകരിക്കുന്നുമില്ലെന്ന് ഇയാൾ ക്രിസ്ത്യാനിയാണെന്ന് ബാക്കിയുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടാണോ? ഞാൻ ക്രിസ്ത്യാനിയായി കഴിഞ്ഞു, ഞാൻ മുസ്ലിമായി കഴിഞ്ഞു, അതിന് സുനിലിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. അല്ല, പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരാൾ ഇസ്ലാമിൽ നിന്നോ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നോ ഹിന്ദു മതത്തിലേക്ക് വന്നാൽ ഏത് ജാതിയിലേക്ക് പോകും? ഒരു ജാതിയിലും പോകണ്ട അയാൾ. അയാൾക്കെന്ത് കാര്യം ഏതെങ്കിലും ജാതിയിൽ പോകാൻ? അങ്ങനെയല്ലോ നമ്മൾ കാണുന്നത്. ഹിന്ദു മതത്തിലുള്ള എല്ലാവരും ഓരോ കള്ളികളിൽ നിൽക്കുകയല്ലേ. അത് കളികളാക്കിയതല്ലേ. ജാതി ഇല്ലാതെ മതമില്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, അറിയാമോ? ഇപ്പോൾ എക്സ് മുസ്ലിംസ് ഉണ്ടല്ലോ, ഞാൻ അവരെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. എനിക്ക് അവരോട് വലിയ സഹതാപമുണ്ട്. നിയമപരമായിട്ട് നിലനിൽപ്പില്ലാത്ത പൗരന്മാരാണ് അവർ. നമ്മളുടെ ജബ്ബാർ മാഷ്, ആരിഫ് ഹുസൈൻ തെരുവത്ത് ഒരു കാര്യത്തിന്, ആ മനുഷ്യൻ ഈ നാട്ടിലൊരു പൗരനല്ലേ, ഒരു പൗരാവകാശൻ്റെ കാര്യത്തിന് സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അയാൾ മുസ്ലിമാണ്. അയാളോട് ചോദിക്കുക ഏതാ മതം? എനിക്ക് മതമില്ല. അത് പറ്റില്ല. ഏതെങ്കിലും ഒരു മതം. ജനിച്ചപ്പോൾ ഏത് മതത്തിലായിരുന്നു? മുസ്ലിം. അപ്പോൾ മുസ്ലിം. ഇല്ല സാർ, ഞാനത് വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മതമാകണം. മതമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ ഭരണഘടനയോ നിയമങ്ങളോ നിഷ്കർഷിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാനതിൻ്റെ ഒരു വിക്റ്റിമാണ്. എൻ്റെ സർട്ടിഫിക്കറ്റിൽ ജാതിയില്ല, എൻ്റെ അച്ഛൻ ജാതിയിൽ വിശ്വസിക്കുന്നില്ല. ഗ്രേറ്റ്. ജാതിയുടെ അവിടെ ഒരു വര ഇങ്ങനെ വരച്ചു, കാസ്റ്റ് ബ്ലാങ്ക്, ഒരു നില്ലെന്ന് പോലുമല്ല, ചുമ്മാ ഒരു വര വരച്ചിരിക്കുകയാണ്. ഹെഡ് മാസ്റ്റർ വരച്ചതാണ് 10ാം ക്ലാസ്സിലാണല്ലേ SSLC സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നത്. ഇത് കൊടുത്തു. ഞാൻ എൻജിനീയറിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ കുമാരപിള്ള കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷൻ, മുന്നോക്കക്കാരിൽ വരുമാനം കുറഞ്ഞവർക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം. സർക്കാർ അത് സമ്മതിച്ചു. നിസ്സാര തുകയാണ് 300 രൂപ. ചെറിയ പൈസ നമ്മളൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. അല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്. അന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വർഷത്തെ ഫീസ് 360 രൂപയാണ്. അതിന് 300 രൂപ സ്കോളർഷിപ്പ് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ കാശായില്ല. അന്ന്
നിസ്സാര ഫീസാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ. ഇന്നല്ലേ ഈ ക്യാപിറ്റേഷൻ ഫീസും അതും ഇതൊക്കെ വന്നിട്ട്. അന്ന് മിടുക്കന്മാരെ പ്രീ ഡിഗ്രിയുടെ മാർക്ക് നോക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് ഇട്ട് അഡ്മിറ്റ് ചെയ്തു. ഇതാണ്, അല്ലാതെ 5 പൈസ കോഴയോ സംഗതിയോ ഒന്നുമില്ല. പ്രൈവറ്റ് കോളേജിലും ഇല്ല. ടി കെ എഞ്ചിനീയറിംഗ് കോളേജ് അന്നും ഉണ്ടായിരുന്നു, പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു. ഇവരാരും 10 പൈസ മേടിക്കില്ല. അതായിരുന്നു സിസ്റ്റം. എനിവേ, ഞാൻ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിച്ചു. അപ്പോൾ അതിൽ ജാതി എന്താണെന്ന് എഴുതണം. ഞാൻ ക്ലാർക്കിനോട് പറഞ്ഞു, അല്ല എനിക്ക് ജാതി ഇല്ല. പറഞ്ഞു അത് പറ്റില്ല, ഏത് ജാതിയാണെന്ന് അറിഞ്ഞാലേ സ്കോളർഷിപ്പ് തരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെയോ മറ്റ് പിന്നോക്ക വിഭാഗം OBC SC BC ഇതിൻ്റെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പം പിന്നെ ബാക്കി വരുന്നവർ ഫോർവേഡ് കാസ്റ്റാണല്ലോ. ആ കാസ്റ്റിനകത്തെ ഏത് കാസ്റ്റാണെന്ന് അറിഞ്ഞിട്ട് എന്ത് വേണം? ഏതായാലും ഇത് ഫോർവേഡാണ്, പിന്നെ ആരായാലും എന്താ. സാർക്ക് പറഞ്ഞു, നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ, പക്ഷേ സ്കോളർഷിപ്പ് കിട്ടില്ല കേട്ടോ. സാർ ഞാൻ കിട്ടാതെ ചെയ്യും. അപ്പോൾ അച്ഛൻ വളരെ ബുദ്ധിമുട്ടിയാണ് എന്നെ പഠിപ്പിക്കുന്നത്, അതും എനിക്കറിയാം. പറഞ്ഞു, പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വാ. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ തഹസിൽദാർക്ക് അപേക്ഷ കൊടുക്കണം. തഹസിൽദാർ അത് എൻക്വയറിക്ക് വില്ലേജ് ഓഫീസർക്ക് അയക്കും. വില്ലേജ് ഓഫീസർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് 4 വട്ടത്തുള്ള വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് ഇവർ പണ്ടേ ഇന്ന ജാതിയാണെന്ന് എല്ലാവരോടൊക്കെ മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ വില്ലേജ് ഓഫീസറുടെ ഫൈൻഡിങ്സ് ആയിട്ട് ഇവർ ഇന്ന ജാതിക്കാരായിട്ട് കാണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കും. അതിൻ്റെ ബേസിൽ തഹസിൽദാർ ജാതി സർട്ടിഫിക്കറ്റ് തരും. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. എത്ര ഓടിക്കാണും എൻ്റെ അച്ഛനും ആലോചിച്ചു. തഹസിൽദാർക്ക് വില്ലേജ് ഓഫീസർ പിന്നെ എന്താണെന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസർക്കും എൻ്റെ ആ പ്രദേശത്തുള്ളവർക്കും എല്ലാം ഞങ്ങളുടെ ജാതി അറിയാം. അതുകൊണ്ട് വില്ലേജ് ഓഫീസർ എൻക്വയറി എന്ന് പറഞ്ഞും വരാൻ പോയില്ല. വില്ലേജ് ഓഫീസർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ അയൽവക്കത്തുകാരെ 3-4 പേരെ വിളിച്ചുകൊണ്ട് ഇവിടെ വാ. അച്ഛനും വിളിച്ചുകൊണ്ട് ചെന്നു. ഇന്നതാണ് കാര്യമെന്നും പറഞ്ഞു, മകൻ്റെ ഇങ്ങനെയാണ് പെട്ടുപോയി ജാതി. അപ്പോൾ അതിലൊരാൾ തമാശയും പറയും, ജാതിയില്ല മതമില്ല നാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുടുങ്ങിയല്ലേ, ശരി ഞാൻ വരാം എന്ന് പറയും. അവർ 4 പേര് വന്നു. 4 പേര് വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ വന്നിട്ട് അവിടെ വെച്ച് ഒപ്പിട്ടു, ഇയാൾ ഇന്ന ജാതിയാണ് ഞങ്ങൾക്ക് അറിയാം, വർഷങ്ങളായിട്ട് ഇവർ ഞാൻ എഴുതി. അതും കൊണ്ട് അച്ഛൻ ഓടി തഹസിൽദാരുടെ അടുത്ത് പോയിട്ട് മകൻ്റെ പഠിത്തത്തിനാണ് സ്കോളർഷിപ്പിനാണ് ഒരു നമ്പരാനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു. അതും കൊണ്ട് അച്ഛൻ ബസ് കയറി തിരുവനന്തപുരത്ത് വന്ന് എനിക്ക് തന്ന് അത് കൊണ്ടുപോയി ക്ലാർക്കിന് കൊടുത്തു. അപ്പോൾ ക്ലാർക്ക് പറഞ്ഞു, എടുക്കുക, ശരിയായി, പ്രസംഗമൊന്നും കുറയ്ക്കേണ്ട കേട്ടോ, അത് നടക്കട്ടെ. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിങ്ങൾക്ക് ജാതിയോ മതമോ ഇല്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല. നിങ്ങൾ സർക്കാരുമായിട്ട് ഇടപെടണമെങ്കിൽ നിങ്ങൾക്കിത് കൂടിയേ പറ്റൂ. മതപരിവർത്തനം പറഞ്ഞില്ലേ, ഹിന്ദു മതത്തിലേക്ക് ഒരാൾ പരിവർത്തനം ചെയ്തു എന്ന് വെച്ചു, ഏത് ജാതിയിൽ പോകും, ഇതൊന്നുമല്ല പ്രശ്നം. സർക്കാർ ഇത് അംഗീകരിക്കണോ? സർക്കാർ ഇയാൾ ഹിന്ദുവാണെന്ന് അംഗീകരിക്കണം. അതിന് 4 അതോറിറ്റീസിനെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 1 ആര്യസമാജം കോഴിക്കോട്, നമ്പർ 2 പാവക്കുളം ക്ഷേത്രം എറണാകുളം, നമ്പർ 3, 4 എനിക്ക് അറിഞ്ഞുകൂടാ, 4 പേരുണ്ടെന്നറിയാം. ഇവർ സർട്ടിഫൈ ചെയ്താലേ സർക്കാർ നിങ്ങളെ ഹിന്ദുവായിട്ട് കൂട്ടുകയുള്ളൂ. ബാക്കി നിങ്ങൾക്ക് മൈക്ക് വെച്ച് പ്രസംഗിക്കാം, ഞാൻ ഹിന്ദുവാണ്, സനാതന ധർമ്മം. വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ താൻ ആരാന്ന് ചോദിക്കും. ഇത് സ്റ്റേറ്റ് നമ്മളെ നിർബന്ധിക്കുകയാണ് ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ. ഇരിക്കട്ടെ, അതുകൊട്ടെ. ഒരു സംശയമുണ്ട്, നമ്മൾ വിഷയത്തിൽ നമ്മളൊന്ന് വഴിമാറി. എന്നാൽ പോലും ടി ജി പറഞ്ഞതിൻ്റെ ഒരു ബാക്കി എന്തെങ്കിലും ചോദ്യം. ടി ജി പറഞ്ഞല്ലോ, ഹിന്ദു മതത്തിലേക്ക് ഒരാൾ, ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ മതം മാറി വന്നാൽ എന്തിന് ജാതി എന്ന് ചോദിക്കുന്നു. സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ അപ്പോഴും ജാതി വേണം, ജാതി വേണം. അപ്പോൾ പിന്നെ മതം മാറി വരുന്ന ഒരു ഹിന്ദു ആവുന്ന ഒരാൾ ഏത് ജാതി ഓപ്റ്റ് ചെയ്യും? അയാൾ ഏതെങ്കിലും ജാതി എഴുതുക, അതിന് തെളിവ് ചോദിക്കും. ആരെയും വിളിച്ചുകൊണ്ട് പോകും. ഇത് തന്നെ തഹസിൽദാരുടെ അടുത്ത് പോവുക. തഹസിൽദാർ എങ്ങനെ കൊടുക്കും? ഇയാൾ ക്രിസ്ത്യാനിയായിരുന്നു പറയട്ടെ. തഹസിൽദാരുടെ അടുത്ത് സത്യാവസ്ഥ പറയുക, ഞാൻ ഇന്നലെ വരെ ക്രിസ്ത്യാനിയായിരുന്നു, ഇന്നിപ്പോൾ ഞാൻ ഹിന്ദു മതത്തിലേക്ക് മാറിയ സ്ഥിതിക്ക് ഒരു ജാതി വേണം. അതൊരു കാര്യം ചെയ്യും, നായരെന്നോ ഈഴവെന്നോ എന്തെങ്കിലും എഴുതി എനിക്ക് അങ്ങനെ കൊടുക്കാൻ. അപ്പോൾ പുള്ളി എൻക്വയറിക്ക് വില്ലേജ് ഓഫീസർക്ക് വിടും. വില്ലേജ് ഓഫീസർ വന്ന് എൻക്വയറി ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളൊരു അയൽവക്കത്തുകാർ പറയും, പുള്ളി പണ്ടേ പ്രാന്തനാണ്, ശുദ്ധ കിറുക്കനാണ്, എന്താണെന്ന് വെച്ചാൽ സാർ എഴുതി കൊടുക്കുക, ജീവിച്ചു പോട്ടെ. ഇപ്പം എന്തായൊക്കെ വേണ്ടേ? ഈഴവനെന്ന് എഴുതി കൊടുക്കണം. ഈഴവനെന്ന് എഴുതി കൊടുത്താൽ അങ്ങനെ OBCയുടെ ആനുകൂല്യമൊക്കെ അതൊന്നും പറ്റില്ല. ഫോർവേഡ് കാസ്റ്റിൽ ഏതെങ്കിലും എഴുതി കൊടുക്കുക. അപ്പോൾ പിന്നെ എന്തെഴുതി കൊടുക്കും? എഴുതി കൊടുക്കുക സാറേ. ചെട്ടിപ്പിള്ള ഉണ്ടല്ലോ, മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പിള്ളമാർ, ഇതൊക്കെയാണ്. ഇത് ഏതാണെന്നൊന്നും പറയാനും പറ്റില്ല, സംവരണത്തിൻ്റെ പ്രശ്നമില്ല, ഒന്നുമില്ല.
ഇങ്ങനെയുള്ള ഒരു ജാതിയായിട്ട് എഴുതി കൊടുക്കും. അതിന് പരിഹാരം ഉണ്ടാവും. പക്ഷേ ഈ ചട്ടപ്രകാരം പോയേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ മനുഷ്യൻ സാധാരണ ഇത്തരം ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ മതം മാറുക പിടിക്കുകയോ ചെയ്യുന്നവർ, അവർക്ക് ഈ സർട്ടിഫിക്കറ്റും വേണ്ട, അവർ സർക്കാരിൻ്റെ ആനുകൂല്യത്തിലും പോകില്ല. അങ്ങനെയുള്ളവർക്കൊരു പ്രശ്നമില്ല. അല്ല, അങ്ങനെ പ്രശ്നം മറ്റേ പ്രശ്നം അവർ വേണ്ടാന്ന് വയ്ക്കും. കാരണം ഈ ചമ്മലയാണ്. ഈ തഹസിൽദാരും വില്ലേജ് ഓഫീസറൊക്കെ ആയിട്ട് ജീവിതകാലം മുഴുവൻ വഴക്കിട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവരെന്ത് ചെയ്യും? എനിക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ ആനുകൂല്യം വേണ്ട, നിങ്ങളുടെ സർട്ടിഫിക്കറ്റും വേണ്ട, ഇങ്ങനെ തീരുമാനിക്കും. ഇപ്പോൾ സർവീസിൽ ഓൾറെഡി ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാർ ഗവൺമെൻറ് സർവീസിൽ ഇത് തിരുത്താൻ പോകില്ല. അതുകൊണ്ടാണ് തഹസിൽദാരായിട്ട് തിരുവനന്തപുരത്ത് വാസുദേവൻ പിള്ള ഇരിക്കുന്നു. അയാളുടെ വീട് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ അന്വേഷിച്ച് കഴിയുമ്പോൾ വാസുദേവൻ പിള്ള ഇല്ല. അപ്പോൾ ഒരാൾ പറയും, എടാ നമ്മുടെ സെബാസ്റ്റ്യൻ, അയാൾ സർക്കാരത്തിൽ വാസുദേവൻ പിള്ളയല്ലേ, അറിയാൻ പറ്റില്ല. ആ ശരി ഇതിലങ്ങോട്ട് കയറിയാൽ മതി. അവിടെ ചെല്ലുമ്പോൾ സെബാസ്റ്റ്യൻ ഇരിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വാസുദേവൻ പിള്ളയായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഈ ഗതികേട് വരുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. പിന്നെ മനഃപൂർവ്വമുണ്ട്. കാരണം സർക്കാരിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഹിന്ദുവായിട്ടിരിക്കുകയും പ്രാക്ടീസിങ് ക്രിസ്ത്യനായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് നമ്മുടെ പ്രശ്നം അതല്ലല്ലോ ചേച്ചി. ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യ, മധ്യപ്രദേശ് മാത്രമല്ല ഇന്ത്യ, അവിടെ ഇങ്ങനെ മതം മാറിയാൽ അല്ലെങ്കിൽ ഒരാളെ മതം മാറ്റിയാൽ അവനെ തൂക്കിക്കൊല്ലണമെന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി കടന്നു കൈയാണ്. ഈ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞ് തുടങ്ങിയാലേ അവസാനം 2 വർഷത്തെ തടവിലെങ്കിലും തീരുള്ളൂ. അതറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ടറേറ്റിൽ നമുക്കൊരു തോക്ക് വേണം, ഒരു ലൈസൻസ് തോക്ക് വേണം. സുനിൽ എന്ത് ചെയ്യും? പീരങ്കിക്ക് അപേക്ഷ കൊടുക്കും, അപ്പോഴേ തോക്ക് കിട്ടുള്ളൂ. അപ്പോൾ മോഹൻ യാദവ് ഇപ്പോൾ ചെയ്തിരിക്കും. പുള്ളി ഒരു പൊതുപ്രസംഗത്തിൽ പറഞ്ഞു, കൺമുറയിൽ നടത്തി തൂക്കിക്കൊന്നു കളയും ഞാൻ. അപ്പോൾ തൂക്കിക്കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ശരി 2 വർഷം തടവ്. 2 വർഷം തടവ്. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ അതെ. ഇപ്പോൾ മതം മാറിയതിൻ്റെ പേരിൽ തൂക്കിക്കൊല്ലാൻ ആരും പോകുന്നു. ഈ ഉള്ള തൂക്ക് തന്നെ ഇല്ലാതാക്കാനായിട്ട് വലിയ മാരണമാണ്. എന്നാലും അത് ഇരട്ട ബലാത്സംഗം, 7 കൊലയും 2 പെണ്ണുങ്ങളെ ബലാത്സംഗവും ചെയ്ത ആളിനെ സുപ്രീം കോടതി കുറേ കാലം കഴിയുമ്പോഴുണ്ടല്ലോ, എന്താ, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ, എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, സുപ്രീം കോടതി പറഞ്ഞത് കഴിഞ്ഞ വർഷം. ഓരോ പാപിക്കും ഭാവിയുണ്ട്, ഓരോ സന്യാസിക്കും ഒരു ഭൂതകാലമുണ്ട്. അതുകൊണ്ട് വിട്ടേക്ക്, അവനൊരു ഭാവിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് തൂക്കിക്കൊല്ലുന്നത് ആരെ, എത്ര പേര് തൂക്കിക്കൊന്നിട്ട് അടുത്ത കാലത്ത് ഇങ്ങ് ആരെയും തൂക്കിക്കൊന്നു. എന്നാലും ഇതിനകത്ത് ഇപ്പോൾ ഇന്ന് ഞാൻ ദീപിക പത്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തുടങ്ങിയത്, മധ്യപ്രദേശ് സർക്കാരിനെതിരെ ക്രൈസ്തവ രംഗത്ത് മധ്യപ്രദേശിൽ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ ആദ്യം മതപരിവർത്ത പ്രശ്നം തുടങ്ങിയത് മധ്യപ്രദേശിലാണ്. നിയോഗി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് 1954 നിയോഗി കമ്മീഷൻ എന്ന് പറഞ്ഞ് കമ്മീഷനെ വെച്ച് ഇവരുടെ ഈ മിഷണറിമാരുടെ ഈ തന്ത്രങ്ങൾ അത് ഇതൊക്കെ പഠിക്കാനും ഇതൊക്കെ ആയിട്ട് റെക്കമെൻഡേഷൻ കൊടുത്ത് അങ്ങനെ 55-ലോ 56-ലോ ആദ്യം മതപരിവർത്തനം നിരോധിക്കുന്ന മധ്യപ്രദേശ് സർക്കാരാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് കേട്ടോ, BJPയുടെ ഒന്നും അന്നും പൊടിയില്ല. അപ്പോൾ മധ്യപ്രദേശിൽ അതിന് തൊട്ട് പിന്നാലെ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഒറീസ, ഇവരൊക്കെ എല്ലാം കോൺഗ്രസ് ഭരിക്കുന്നവർ. അമിത്ഷായുടെ നെഞ്ചത്തേക്ക് കയറണ്ട. ഇവർ BJP അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെ ഒരു സ്റ്റേറ്റിലും മതപരിവർത്തനത്തിനെതിരെ ഒരു ലെജിസ്ലേഷനും അവർ പാസ്സാക്കിയിട്ടില്ല. ആകെ ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിൻ്റെ ഒരു കഷ്ണം ജാർഖണ്ഡായിട്ട് മാറിയല്ല. മധ്യപ്രദേശിലുണ്ടായിരുന്ന നിയമങ്ങൾ ജാർഖണ്ഡ് സംസ്ഥാനത്തിനും ബാധകമാണ് എന്നൊരു നിയമം അങ്ങ് പാസ്സാക്കി. കാരണം അതിന് അല്ലെങ്കിൽ പിന്നെ എല്ലാം എഴുതി ഉണ്ടാക്കാനിരിക്കണം. അതുകൊണ്ട് എവറി ലോ വിച്ച് ഈസ് ആപ്ലിക്കബിൾ ടു ദ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് വിൽ ബി ഈക്വലി ആപ്ലിക്കബിൾ ടു ജാർഖണ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം തീർത്തു. ഇതാണ് മോദി ചെയ്തെങ്കിൽ ചെയ്ത ഒരപരാധം. ഇതല്ലാതെ മോദി അല്ലെങ്കിൽ BJP സർക്കാർ മതപരിവർത്തനം സംബന്ധിച്ച ഒരു നിയമവും എങ്ങും നടപ്പിലാക്കിയിട്ടില്ല. സംസ്ഥാനങ്ങളിലും വന്നു എന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ടല്ലോ. അല്ല, വന്നു എന്ന് പറഞ്ഞ് വാർത്ത വരുന്നതല്ല, ഇതൊന്നും മതപരിവർത്തനം അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളാണ്. എവിടെയാണ് ആ വാർത്ത വന്നത്? ഒരിടത്തുമില്ല. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, മതപരിവർത്തനം നടന്നാൽ എന്താ കുഴപ്പം? മതപരിവർത്തനം നടന്നാൽ ഈ ഡെമോഗ്രഫി മാറും. ഭാരതമായിട്ട് നിൽക്കുന്നത് അതൊരു കണ്ടൻഷ്യസ് ഇഷ്യൂ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തർക്കിക്കാം. ഭാരതമായിട്ട് ഈ വാല്യൂസോടെ നിൽക്കുന്നത് ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ടാണ്. ആ ഹിന്ദുവിനകത്ത് സിഖ്, ജൈന, ബുദ്ധമതങ്ങളെല്ലാം പെടും. അംബേദ്കറുടെ നിർവചനം അനുസരിച്ച് അത് മറ്റ് മതവിശ്വാസത്തിലുള്ളവരെ അവിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അവിശ്വസിക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ്.
ആണ്. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മതവിശ്വാസികൾ പലപ്പോഴും ഇതിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇൻ പ്രിൻസിപ്പിൾ എക്സ്ക്ലൂസിവിസ്റ്റുകളാണ് അവർ. ഇൻക്ലൂസീവ് വിശ്വാസികൾ അവിശ്വാസികൾ ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി. മുസ്ലിം ആൻഡ് കാഫിർ ഇങ്ങനെ രണ്ടായിട്ട് ഇസ്ലാമിൽ വേർതിരിവുണ്ട്. ഹിന്ദുവിൽ ആ വേർതിരിവില്ല. ഹിന്ദു അഹിന്ദുവിനെ തൊടുകയില്ല, എന്നെ തൊഴാത്തവനെ കൊന്നുകള എന്ന് പറയുന്ന ഒരു ദൈവവുമില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ശബരിമലയിൽ പോകാതെ നല്ല ഒന്നാന്തരം ഹിന്ദുവായിട്ട് കഴിയാം. ഗുരുവായൂർ മാത്രമേ ഞാൻ പോവുള്ളൂ, അത്രേ ഉള്ളൂ. എൻ്റെ വീടിനടുത്തൊരു ശിവക്ഷേത്രമുണ്ട്, അവിടെ മാത്രമേ ഞാൻ പോവുള്ളൂ. ഒരു ക്ഷേത്രത്തിലും ഞാൻ പോവില്ല. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ക്ഷേത്രം എന്ന് വെച്ചാൽ ഈ ശരീരമാണ്, വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. ദൈവം എൻ്റെ ഉള്ളിലാണ്, തത്വമസി അഹം ബ്രഹ്മാസ്മി. ഇതൊക്കെ പറഞ്ഞ് ഹിന്ദുവിനെ ജീവിക്കാൻ ഒരു പ്രശ്നമില്ല. ആരും അവനെ അഹിന്ദു എന്ന് വിളിക്കുകയില്ല. മറ്റവർക്ക് ഈ ദ്വന്ദ്വമുണ്ട്. അത് പല സ്ഥലത്തും, ഇസ്ലാം ഭരിക്കുന്ന സ്ഥലത്ത് ഏകദേശം എല്ലായിടത്തും, മേ ബി ഇന്തോനേഷ്യ, മലേഷ്യ, ഇങ്ങനെ ചില്ലറ എക്സെപ്ഷൻസ് അവിടെയുണ്ട് പ്രശ്നങ്ങൾ. എന്നാലും വേണമെങ്കിൽ ചെറിയ എക്സെപ്ഷൻ കൊടുക്കാം. ക്രിസ്ത്യാനിറ്റി ഒരു കാലത്ത് ഇതിൻ്റെ കൂടായിരുന്നു. 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അവരൊന്ന് മയപ്പെട്ടത്. അതുവരെ കുരിശ് യുദ്ധവും സംഗതിയൊക്കെ ആയിട്ട് ഇസ്ലാമുമായിട്ട്, ഇസ്ലാമിനെ പോലെയോ അതിനപ്പുറമോ ഒക്കെ കളി കളിച്ചവരാണ്. വാളും തീയും കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തതെന്ന് എൻസൈക്ലോപീഡിയ ഓഫ് ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ. പോപ്പിൻ്റെ ഇംപ്രിമാറ്ററോടുകൂടെ ഇറങ്ങിയതാണ് 1923. അതിൻ്റെ ആമുഖത്തിൽ അവർ സമ്മതിക്കുന്നുണ്ട് 16-ാം നൂറ്റാണ്ട് വരെ വാളും തീയും ഉപയോഗിച്ച്, ദ പവർ ഓഫ് സ്വേർഡ് ആൻഡ് ഫയർ, ഇത് ഉപയോഗിച്ചാണ് ഞങ്ങൾ സ്പ്രെഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ദെർഫോർ അതിനൊരു ചെറിയ ഇപ്പോൾ വളരെ മയപ്പെട്ടു എന്ന് മാത്രമല്ല അന്തഛിദ്രങ്ങളിലും പെട്ടു. ഇസ്ലാമിലും ഭീകരമായ അന്തഛിദ്രമുണ്ട്. ബട്ട് സ്റ്റിൽ സേഫായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സേഫായിട്ട് കഴിയണമെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമായിരിക്കണം. മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം തല്ലാൻ പോകുന്ന ക്രിസ്ത്യാനിയായിരിക്കും. അത് കഴിഞ്ഞ ഹിന്ദു ഇപ്പോൾ തന്നെ അത് കാണുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഡേഞ്ചർ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ ഹിന്ദു സമാജം ഭൂരിപക്ഷമായിരിക്കണം. മറ്റേ സമാജങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട്, നിങ്ങൾ ഈ പറഞ്ഞ സത്യസന്ധമായ ഒരു കൺവേർഷൻ കാണിച്ചു തരാൻ പ്രയാസമാണ്. ഞാനൊരു കാര്യം വായിച്ചു, കൊള്ളാം, ഈ തത്വചിന്തയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി, ഇങ്ങനെയൊക്കെ ബോധ്യം വന്ന് മതം മാറിയ ഒരാളിനെ കാണിച്ചു തരാം, ഇല്ല. എന്തെങ്കിലുമൊക്കെ പ്രലോഭനം, സംഗതി, സുഖസൗകര്യങ്ങൾ, മറ്റ് ബന്ധങ്ങൾ, ഇതൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ. ഒരാളുടെ ചോയ്സ് അല്ലേ? ചോയ്സ് എന്തിനു മാറണം? ഇപ്പോൾ എല്ലാവരും പറയുമല്ലോ എല്ലാ മതങ്ങളും തുല്യമാണ്, പിന്നെ എന്തിനാ മാറുന്നത്? എനിക്കൊരു ജീവിതത്തിൽ വലിയ പ്രതിസന്ധി വന്നു. എന്നെ സഹായിച്ചത് അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ജോണേട്ടനാണ്. അങ്ങനെയുള്ള ഒരാളിനെ കാണിച്ചു തന്നെ. എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ സഹായിച്ചത് ജോണേട്ടനാണ്. അതുകൊണ്ട് ജോണേട്ടൻ്റെ മതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് ഞാൻ മാറേണ്ട കാര്യം. കാരണം എൻ്റെ കൂടെയുള്ള ആരും ജോണേട്ടൻ കൂടെ പറയും സുനിലിൻ്റെ അടുത്ത്, മോനെ നീ എൻ്റെ വിശ്വാസത്തിലേക്ക് വന്നാൽ നിന്നെ ഞാൻ സഹായിക്കാം. ജോണേട്ടൻ പറയില്ലേ, നിന്റെ ആൾക്കാരും നിന്നെ നോക്കിയില്ല, ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, അത് ഞങ്ങളുടെ മതം ഞങ്ങളെ പഠിപ്പിക്കുന്ന മൂല്യമാണ് എന്ന് ജോണേട്ടൻ പറഞ്ഞാൽ ഞാൻ അതാണോ യേശുക്രിസ്തുവിൻ്റെ മാർഗം? അല്ലേ? അതാണോ? അല്ലേ? അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല മാർഗമാണ്. സ്നേഹത്തോടെ മറ്റുള്ളവരെ സഹായിച്ചു കൂട്ടത്തിൽ. ഇല്ല, യേശുക്രിസ്തു പറഞ്ഞല്ല, എൻ്റെ കൂടെ വരുവിൻ, നിങ്ങളെ ഞാൻ മീൻപിടുത്തക്കാരാക്കാം. വലയെറിഞ്ഞാണ് മീൻ പിടിക്കുന്നത്, അല്ലേ? കുടുക്കി പിടിക്കുകയാണ്. അല്ലാതെ മീനെ വാ നിന്നെ ഞാൻ സ്വർഗരാജ്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്കാക്കും ക്രിസ്ത്യാനിറ്റി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് സെൽഫിഷ് ടു ഡു ദാറ്റ്. ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ സുനിലിനെ ഞാൻ സഹായിക്കാമെന്ന് പറയുന്നത് ഒരു മനസ്സറിഞ്ഞുള്ള സഹായമല്ല, അതൊരു ഇമോഷണൽ ബ്ലാക്ക്മെയിലാണ്. സുനിലിൻ്റെ ദൈന്യത്തെ ഞാൻ മുതലെടുക്കുകയാണ്. അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല. എല്ലാ മതപരിവർത്തനത്തിൻ്റെയും പുറകിൽ ഇതുപോലത്തെ പ്രലോഭനം, ഭീഷണി, ബ്ലാക്ക്മെയിൽ, പല രീതിയിലുള്ള ഇപ്പോൾ ഹിന്ദു സംഘടനകൾ നടന്നിട്ടുള്ളൂ. ഘർ വാപ്പസി എന്ന് പറഞ്ഞിട്ട് നിർത്തിയല്ലോ. അത്
നിർത്തിയോ? ആര് നിർത്തി? ഇന്ന് ഇപ്പോൾ എവിടെയെങ്കിലും കാണും. കഴിഞ്ഞിടയ്ക്കാണ് ഒരു 2 ആഴ്ചയായില്ല നോർത്ത് ഇന്ത്യയിൽ ഒരു പള്ളി ഉൾപ്പെടെ മതം മാറി തിരിച്ചു. ആരെങ്കിലും വാപ്പസി വരുന്നുണ്ടെങ്കിൽ വരും. ബിക്കോസ് പീപ്പിൾ സ്റ്റാർട്ടഡ് റിഗ്രറ്റിങ് ഞാൻ എന്തായി കാണിച്ചതെന്ന്. TKC വടുതലയുടെ ഒരു പഴയ കഥയുണ്ട്. അച്ഛൻ്റെ വെന്തിങ്ങ ഇന്നാ എന്ന് പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുന്നത് വെന്തിങ്ങ. അധകൃതനായിരുന്നു, മതം മാറി, ഒരു പ്രയോജനവുമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ പുലയന്മാർക്ക് വേറെ പള്ളിയുണ്ട്. അവസാനം നിരാശനായിട്ട് വെന്തിങ്ങ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇപ്പോൾ ആ സാധനം അധികാരം ഇട്ട് കാണാറില്ല. അപ്പോൾ ആ വെന്തിങ്ങ പൊട്ടിച്ച് അങ്ങോട്ട് അച്ഛൻ്റെ നേർക്ക് എറിയുന്നതാണ് TKC വടുതല എഴുതിയ കഥയുടെ പേര് തന്നെ. അച്ഛൻ്റെ വെന്തിങ്ങ ഇന്നാ എന്ന് പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഉള്ളവർ നിരാശരായിട്ട് തിരിച്ചു വരും. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, എനിക്ക് അവരുടെ പേര് പറയാമേ, കാരണം അവരിപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് എൻ്റെ നാട്ടിൽ. ഇതുപോലെ തിരിച്ചു വന്നവർ. ചിലർ സംവരണം നഷ്ടപ്പെടും എന്നുള്ള സ്ഥിതിയായി ഇപ്പോൾ തിരിച്ചു വന്നവരുണ്ട്. പല രീതിയിൽ തിരിച്ചു വന്നവരുണ്ട്. അപ്പോൾ ഒരു കാര്യം മോഹിച്ച് അങ്ങോട്ട് പോയവർ മോഹഭംഗം നേരിടുമ്പോൾ തിരിച്ചു വരും. അതെ അതെ. ഏതായാലും രത്നചുരുക്കം TGയുടെ നിലപാടെന്ന് പറയുന്നത് മതപരിവർത്തനം തടയപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും തടയപ്പെടേണ്ടതാണ്. സാംസ്കാരിക തലത്തിൽ തടയപ്പെടേണ്ടതാണ്. അത് ക്രൈസ്തവ സഭ മനസ്സിൽ ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റുകളല്ലാതെ വേറെ ആരാ മതപരിവർത്തനം പോകുന്നത്? കത്തോലിക്ക സഭ പോകുന്നില്ല, മാർത്തോമ പോകുന്നില്ല, യാക്കോബായ പോകുന്നില്ല, അവരാരും മതം മാറ്റത്തിന് പോകുന്നില്ല. നോ. എസ്റ്റാബ്ലിഷ്ഡ് ഇസ്ലാമിക് സെക്ട്സ് അവരും മതം മാറ്റത്തിന് പോകുന്നില്ല. അവരാരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി പൊന്നാനിയിൽ തൊപ്പി ഇടിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇല്ല. അവരുടെ കൂട്ടത്തിൽ ഇവരുടെ ഇവാഞ്ചലിസ്റ്റ് പോലെ അവരുടെ കൂട്ടത്തിലെ കക്ഷികളുണ്ട്. അവരാണ് ഈ സത്യസരണിയൊക്കെ നടത്തുക, തട്ടിക്കൊണ്ടു പോകുക, അത് ഇത് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഈ പരിപാടി ചെയ്യുന്നത് ഈ ഒരു തീവ്ര വിഭാഗമാണ്. ഇവന്മാരെ കൊണ്ട് അവർ വിഷമിച്ചിരിക്കുക. കത്തോലിക്ക സഭയിൽ നിന്ന് ഈ ഇവാഞ്ചലിസ്റ്റുകൾ ആളെ പിടിച്ചുകൊണ്ട് പോകുന്നു. KP യോഹന്നാൻ. അതെ അതെ, അത്തരം പരാതികളുണ്ട്, എനിക്കറിയാം. ഈവൻ കത്തോലിക്ക സഭ ഇതിനെതിരായിരുന്നു, നമ്മുടെ ഭോട്ടാധ്യാന കേന്ദ്രത്തിനെതിരായിരുന്നു. ബട്ട് ഇറ്റ് ബിക്കെയിം സോ ബിഗ് ദാറ്റ് നമ്മളുടെ കുണ്ടുകുളം തിരുമേനിയില്ല, തൃശ്ശൂർ ബിഷപ്പായിരുന്ന കുണ്ടുകുളം തിരുമേനി പരസ്യമായിട്ട് അവരെ ശാസിച്ചിരുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ മാത്യു നായ്ക്കമ്പറമ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് എന്തോന്നാണ് ഇത് അത്ഭുതം കാണിക്കുന്നത്, ചികിത്സിക്കുക, എന്ത് പരിപാടി, ഇതൊന്നും യേശുക്രിസ്തുവിൻ്റെ ടീച്ചിങ്സ് അല്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവമുണ്ട്. ഒരു അധ്യാപികയാണ്. അവരുടെ സഹോദരനെയൊക്കെ ബ്രദറൻ സഭയിലേക്ക് കൊണ്ടുപോയി. ആ കുടുംബത്തിന് ഭയങ്കര ആഘാതമായി പോയി. മാർത്തോമ സമുദായത്തിൽപ്പെട്ടവരാ. അത് അങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചിന് നേരെ ചൊവ്വേ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ഒരു ഭീഷണിയായിട്ട് ഇവർ വരുന്നു. ഈ പോൾ ദിനകരൻ, ബ്രദർ പോൾ ദിനകരനൊക്കെ കോയമ്പത്തൂരൊക്കെ എന്താ അവരുടെ. പക്ഷെ അവർക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ നമ്മുടെ രാജ്യത്ത്? പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അവരുടെ പ്രവർത്തനം അത്ര സുഖമുള്ള പ്രവർത്തനമല്ല. ഈ നമ്മൾ നിയമത്തിൻ്റെ 4 പരിധിക്കുള്ളിൽ നിന്ന് നമുക്ക് പല പോക്കൃത്തരങ്ങളും കാണിക്കാം. എനിക്കിപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്, കേരളത്തിൽ മയക്കുമരുന്ന് വേട്ട നടക്കുന്നുണ്ടല്ലോ. ഒരുപാട് കേസുകൾ അനുവദനീയമായ തോതിലാണ് മയക്കുമരുന്ന് എന്നുള്ളത് കൊണ്ട് പ്രതികളെ വിട്ടയച്ചു, ജാമ്യം കൊടുത്തു. അതിനർത്ഥം എന്താ? മയക്കുമരുന്ന് ഒരു പ്രത്യേക പരിധിവരെ അനുവദനീയമാണെന്നല്ലേ? അതെ അതെ. എന്തുകൊണ്ടത് അനുവദിക്കുന്നു? നമ്മുടെ നിയമം കഞ്ചാവ് കേസിൽ 1 കിലോ ഇല്ലെങ്കിൽ ജാമ്യം കിട്ടും. അതിനർത്ഥം എന്താ? 1 കിലോ വരെ തനിക്ക് കൊണ്ടു നടക്കാമെന്നല്ലേ? 1 കിലോ വരെ വലിക്കാമെന്നല്ലേ? ഇതെന്ത് പരിപാടിയാണ് എനിക്ക് മനസ്സിലായി. എന്നിട്ട് മയക്കുമരുന്നിനെതിരെ യുദ്ധം. എന്ത് യുദ്ധം? ഒന്നുകിൽ ഈ സാധനമേ ഇല്ലാതെയാക്കാം, ആ നിയമം മാറ്റണം. ഇതിപ്പോൾ എന്താണെന്ന് കഴിഞ്ഞാൽ മൂർഖം പാമ്പ് വലുതായിട്ടില്ല, ചെറുതാ, അതുകൊണ്ട് വെറുതെ വിട്ടു. ഇത് ഈ സാധനം 4 ദിവസം കൊണ്ട് നമ്മൾ കണ്ടില്ലേ, ഈ പിടിച്ച KSUക്കാരെ റിമാൻഡ് ചെയ്തു, SFI നേതാവിനെ വിട്ടു. കാരണം അവൻ്റെ കയ്യിൽ ക്വാണ്ടിറ്റി 1 കിലോ ഉണ്ടായിരുന്നില്ല. അപ്പം 10 പേരുണ്ടെങ്കിൽ 10 പേര് തുല്യമായിട്ട് ഇത് മണിക്കൂറിൽ വെച്ചാൽ കുഴപ്പമില്ല. എല്ലാം കൂടെ ചേർത്ത് ഒരുത്തനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അതോ അവനെ മാത്രം, ഇവന്മാരെ അപ്പോഴും രക്ഷപ്പെടും. ഇങ്ങനെ NDPS ആക്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഏതായാലും മതപരിവർത്തനം ഇപ്പോൾ ഇന്ത്യയിൽ വലിയ ചർച്ചയാവുകയാണ്. അപ്പോൾ മധ്യപ്രദേശ് സർക്കാർ അതിന് വധശിക്ഷ വലിയ ചർച്ചയൊന്നും ആവില്ല. ഏതായാലും വധശിക്ഷ എന്ന് പറയുന്നതിന് ഞാനെതിരാണ്, പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ. സുനിലെ, ഇതൊക്കെ റെട്ടറിക് എന്ന് പറയും, പൊളിറ്റിക്കൽ റെട്ടറിക് ഉണ്ട്. ഇതൊക്കെ ഒരു പ്രസംഗത്തിലല്ലേ പറഞ്ഞത്? അവനെ തൂക്കിക്കൊല്ലണം, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും. ഒന്നും വലിയ കാര്യമൊന്നും. സർക്കാർ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്, ഭേദഗതി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പറയട്ടെ, ഇനി അങ്ങനെ ചെയ്താൽ തന്നെ മതപരിവർത്തനം ചെയ്യാത്ത ആൾക്കാർ ഭയപ്പെടുന്നുണ്ടല്ലോ.
ബലാത്സംഗത്തിന് വധശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പരിഭ്രമിക്കേണ്ട കാര്യം നമ്മളേതായാലും പഠിക്കില്ല, തൂക്കിക്കൊല്ലുവോ കൊല്ലാതിരി എന്തെങ്കിലും ചെയ്യട്ടെ. ഏതായാലും ഒരു പുതിയ ചർച്ചാ വിഷയം കൂടെ ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ദീപിക പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.